വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, പല നാട്ടിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു മലബാർ ഏരിയയിലാണ് കൂടുതലായിട്ടും ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. കണ്ണൂരിൽ തന്നെ പല സ്ഥലങ്ങളിലായി മുട്ടയപ്പം, മുട്ട സിർക്ക, നെയ്യപ്പം എന്നിങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. നെയ്യപ്പം ഉണ്ടാക്കാൻ പച്ചരിയാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പച്ചരി പൊതിർത്തി വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുന്നെയെങ്കിലും വെള്ളത്തിൽ പൊതിർത്തി വെക്കാം. നമ്മൾ റേഷൻ വാങ്ങുമ്പോൾ കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, ആ അരി തന്നെ മതിയാകും. ഇതിൽ നല്ലോണം അഴുക്കും പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ നല്ലോണം കഴുകിയെടുക്കാം. അരി ഞാൻ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 കപ്പോളം ചോറും വേണ്ടി വരും. തലേന്ന് ബാക്കി വന്ന ചോറിരിപ്പുണ്ടാവില്ല, അത് എടുത്താൽ മതി. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ് എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കാവാനും പറ്റില്ല, എന്നാൽ അധികം ലൂസാവാനും പറ്റില്ല എന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതേ കണ്ടില്ല, ഇതേപോലെ ആയിരിക്കണം കൺസിസ്റ്റൻസി, എന്നാൽ മാത്രമേ ഇത് നല്ലോണം പൊങ്ങി വരുള്ളൂ. അഥവാ അധികം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല കുഴിയുള്ളൊരു പാത്രം എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് തുടങ്ങാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം ഒഴിക്കാൻ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാവ് എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 4-5 സെക്കൻഡെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഈ ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ടൈം എടുത്താൽ എണ്ണയിൽ നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യത്തേതുപോലെ ഈ ഒരു സൈഡ് കൂടി നന്നായിട്ട് പൊരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ കുറച്ച് ക്രിസ്പി ആയി കഴിഞ്ഞാൽ മാത്രമേ നെയ്യപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതൊന്ന് ആവാറാവുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ അടുത്തത് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഒഴിക്കാം. ഓയിൽ നല്ല ചൂടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നെയ്യപ്പം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ റൗണ്ട് ആയിട്ടൊന്നും കിട്ടില്ല, മാത്രമല്ല എണ്ണ പിടിച്ചു പോകും. അപ്പോൾ ഇപ്പം നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഹൈ ഫ്ലെയിമിലിട്ട് നെയ്യപ്പം ഒഴിച്ചാൽ ഈ ഒരു രീതിയിലായി പോവും. ഇതൊട്ടും പൊങ്ങി വരില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ നെയ്യപ്പമാണ്. ഈ ഒരു രീതിയിൽ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നെയ്യപ്പം നോർമലി കറി കൂട്ടിയാണ് കഴിക്കുക, ചിക്കൻ കറിയോ ബീഫ് കറിയോ. അപ്പോൾ ഇവിടെ ഞാൻ നല്ലൊരു ബീഫ് കറി കൂടി തയ്യാറാക്കുന്നുണ്ട്. ബീഫ് ഞാൻ ഓൾറെഡി ഒരു മസാലയും ചേർക്കാണ്ട് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്ത് 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ബീഫിൻ്റെ നെയ്യ് ഉണ്ടല്ലോ, അത് മേലിലേക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ കോരി മാറ്റി കഴിഞ്ഞാൽ ബീഫിൻ്റെ എക്സ്ട്രാ ഫാറ്റൊക്കെ പോയി കിട്ടും. ഇതിനേക്കാൾ നെയ്യുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാൻ. ഇനി ബീഫ് കറി ഉണ്ടാകാൻ കുക്കറിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബീഫ് ഇട്ടെടുക്കാം. ബിക്കോസ് ബീഫ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചൊരു 3 വിസിൽ മതിയാവും. ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വെന്ത് കിട്ടും. ഇത് കുക്കായിട്ടുണ്ട്. പിന്നെ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി നിങ്ങൾ ആദ്യം ബീഫ് കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊക്കെ കൂടി ഒരുമിച്ച് ചേർത്ത് വിസിലിട്ടാൽ മതി. അപ്പോൾ ഇതേ ഉള്ളിയും തക്കാളിയൊക്കെ ഈ ഒരു പരുവത്തിൽ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫും നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ബീഫ് ചേർത്തു, പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പും ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ എത്ര ബീഫാണോ എടുത്തത് നോക്കി ആവശ്യത്തിന് വേണ്ട രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഈ മസാല ഒക്കെ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 3 വിസിലേ വേണ്ടി വരുള്ളൂ. ഈ സമയത്ത് ബീഫും മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതേപോലെ ഉപ്പും എരിവൊക്കെ പാകമാണോ നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ബീഫ് കറി പല രീതിയിൽ ഉണ്ടാക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബീഫ് കുക്കിംഗ് ആണ്. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. തീരെ വേവിക്കാത്ത ബീഫാണെങ്കിൽ ഒരു 6 വിസിലോളം വേണ്ടി വരും. പക്ഷെ നമ്മളിത് ഹാഫ് കുക്ക് ചെയ്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു 3 വിസിൽ മതിയാവും. ഇതേ അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവി പറക്കണ ബീഫിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. ബീഫ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല ബീഫ് മുളകിട്ടതാണ്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇന്നേക്കിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ബീഫും നേരത്തെ ഉണ്ടാക്കി വെച്ച നെയ്യപ്പവും കഴിക്കാം. ബീഫും നെയ്യപ്പവും നല്ല കോമ്പിനേഷൻ ആട്ടോ. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഈ നെയ്യപ്പം ഉണ്ടല്ലോ കുറച്ചധികം നേരം പൊരിച്ചെടുക്കും, അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടും. ഈ ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതേപോലെ തന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കാം. ഈ നെയ്യപ്പത്തിന് മുട്ടയപ്പം, മുട്ട സുർക്ക എന്നൊക്കെ പറയുമെങ്കിലും ഇതിൽ ഒരു മുട്ട പോലും ചേർക്കുന്നില്ല കേട്ടോ. ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് കഴിച്ചായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇത് ഈ ഡോണറ്റിൻ്റെ ഡോ ഉണ്ടല്ലോ, അത് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്തതാണ്. ഇത് പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാം, നല്ല സോഫ്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഫില്ലിങ് കൂടി വെച്ചാൽ സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ന്യൂട്ടലൊക്കെ വെച്ചിട്ടാട്ടോ കഴിച്ചത്.
നമ്മൾ ക്രോസൻ്റ് ഒക്കെ കഴിക്കില്ല, ആ ഒരു ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫില്ലിംഗ് ഒക്കെ ട്രൈ ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അതിൻ്റെ ലോങ് റെസിപ്പി വീഡിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് ടൈം അത് ചെയ്യാം. ഇതിനിടയിൽ എനിക്കൊരു കൊറിയർ വന്നായിരുന്നു. ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. ഗാലക്സി ജ്വൽസിൻ്റെതാണ് പ്രൊഡക്റ്റ്. ഇതൊരു സെറ്റ് ഓഫ് ബ്രേസ്ലെറ്റ്സ് ആണ്. 4 എണ്ണമാണ് കേട്ടോ വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഇങ്ങനെ 4 എണ്ണമൊക്കെ ഒരുമിച്ച് വെയർ ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ജസ്റ്റ് 150 റുപ്പീസിനെങ്ങാനുമാണ് ഇത് വാങ്ങിയത്. ഈ ഒരു റേറ്റിന് ഇങ്ങനത്തെ ഐറ്റം നമ്മൾ ഷോപ്പിലൊന്നും പോയി വാങ്ങിയാൽ എന്തായാലും കിട്ടില്ല. അപ്പോൾ ഓൺലൈനിൽ വാങ്ങുന്നതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ഇത്, ഏറ്റവും ചെറിയ റേറ്റിൽ നമുക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ 2 എണ്ണം ബാംഗിൾ ടൈപ്പും 2 എണ്ണം ചെയിൻ ടൈപ്പും ആട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം കൂടിയാണ്. നമുക്ക് സിംഗിളായിട്ട് വെയർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സെറ്റായിട്ടും ചെയ്യും. ഇപ്പോൾ ഏതാ ട്രെൻഡ് ഇങ്ങനെ സെറ്റായിട്ട് വരും. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ വൈറ്റ് കളർ ഡിസൈൻ വരുന്നില്ല, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് മാറി മാറി യൂസ് ആക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നത്. ഇതാണ് ചെയിൻ ടൈപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മുടെ ജ്വല്ലറി അൺബോക്സ്. നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതി. ചൂടിൽ നിന്ന് നല്ല തണുത്ത ക്ലൈമറ്റിലേക്ക് നമ്മൾ മാറി. പക്ഷെ ഒരുപാട് സ്ഥലത്ത് മഴ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി കാറ്റും മഴയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ്സ്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ.